കേരളത്തിൽ 18.7 ലക്ഷം പേരിന്ന് ആശങ്കപ്പെട്ടിരിക്കുക. 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ അവർ പേരുണ്ടാവണം, അവരെ അച്ഛൻ്റെ പേരുണ്ടാവണം, അവരെ ബന്ധുക്കളുടെ പേര് ഉണ്ടാവണം. ഇവർക്ക് 2000 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല. അതുകൊണ്ട് ആ ഫോമിൽ ക്രമ നമ്പറോ പാർട്ട് നമ്പറോ ചേർക്കാൻ പറ്റിയിട്ടില്ല. SIRുമായി ബന്ധപ്പെട്ട രേഖകൾ ഒരു ചില്ലി കാശ് കൊടുക്കാതെ പെട്ടെന്ന് കൊടുക്കണമെന്ന്. എപ്പം കൊടുക്കാനാ? നമ്മുടെ സർക്കാരിന്റെ സംവിധാനങ്ങളല്ലേ. നമസ്കാരം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ SIRന്റെ കരട് പട്ടിക പുറത്തു വന്നതോടുകൂടി ലക്ഷക്കണക്കിന് പേർക്കാണ് കേരളത്തിൽ മാത്രം വോട്ടർ പട്ടികയുടെ പുറത്തേക്ക് പോയിരിക്കുന്നത്. ഇവരിനി എപ്രകാരമാണ് വോട്ടർമാരായി മാറുക എന്നുള്ളൊരു വലിയ ചോദ്യം ഇവിടെ വരുന്നുണ്ട്. പ്രവാസികളടക്കം നിരവധി പേർ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയിലാണ് ഉള്ളത്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്ന DCC ജനറൽ സെക്രട്ടറി ഷാജർ റാഫത്താണ്. ഇപ്പോൾ SIRന്റെ കരട് പട്ടിക പുറത്തു വരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്താണ്. വലിയ ആശങ്ക ജനങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു ആശങ്കയുള്ളത്. ഈ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെയാണ് നോക്കി കാണാൻ വേണ്ടി സാധിക്കും? തീർച്ചയായിട്ടും കേരളത്തിൽ 18.7 ലക്ഷം പേരിന്ന് ആശങ്കപ്പെട്ടിരിക്കുക. ഈ ആശങ്കപ്പെട്ടവർക്കെല്ലാം തന്നെ SIRന്റെ ഫോം നൽകിയിട്ടുണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. സൗത്ത് നിയോജക മണ്ഡലത്തിൽ കോഴിക്കോട് സൗത്ത് ലക്ഷ്മി ചേച്ചിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് 1942. ആ അമ്മക്ക് 83 വയസ്സായി. ശാരീരിക പ്രയാസങ്ങളുണ്ട്, വളരെയധികം ക്ഷീണിതയാണ്. അവരോട് പറയാണ്, നിങ്ങൾ SIRന്റെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് ഹിയറിങ്ങിന് ഹാജരാവാൻ പറയാം. ആ SIRന്റെ ഫോം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ക്രമ നമ്പർ ഇല്ല, അതിൽ പാർട്ട് നമ്പറും ഇല്ല. കാരണം എന്താ? അതിൻ്റെ അർത്ഥം എന്താ? 2002 ഇവർക്ക് എന്തില്ല? വോട്ടില്ല. പക്ഷെ 1942 ജനിച്ച ഒരാൾ 2002 വരെ വോട്ട് ചെയ്തു. അപ്പം വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ഞാൻ തന്നല്ലോ നിങ്ങൾക്ക്, ഞാനതാ തന്നു. അവർക്ക് എന്ത് ID കാർഡ് നമ്പർ തന്നു. വാട്സപ്പ് ഞാൻ ID കാർഡ് തന്നിട്ടുണ്ട്, ID കാർഡും കൊടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പക്ഷെ അവർക്ക് 2002 അവർക്ക് വോട്ടില്ല. അവർക്ക് കുടുംബം, ആ കുടുംബത്തിൽ 7 പേരുണ്ട്. ആ 7 പേർക്കും 2002 എന്തില്ല? വോട്ടില്ല. അതുകൊണ്ട് ആ ഫോമിൽ ക്രമ നമ്പറോ പാർട്ട് നമ്പറോ ചേർക്കാൻ പറ്റിയിട്ടില്ല. ഇവരോട് പറയാണ് ഹിയറിങ്ങിന് ഹാജരാകണം. എന്ത് രേഖയാണ് ഇവർ ചോദിച്ചിരിക്കുന്ന? ഡോക്യുമെന്റ് ഓഫ് ലിസ്റ്റില് 12 ഡോക്യുമെന്റ്സ് ചോദിക്കുന്നതിൽ ഇവർ ഏത് രേഖയാണ് ഇവർ ഹാജരാക്കേണ്ടത്? ജനന സർട്ടിഫിക്കറ്റ് ഇല്ല, SSLC ബുക്കില്ല. കാരണം 83 വയസ്സായി. അന്നെല്ലാം ജനന സർട്ടിഫിക്കറ്റ് ഒന്നും അവരെ കൈവശമില്ല. അവരോട് എന്ത് ഹാജരാവാൻ പറയുമ്പോൾ ഈ ശാരീരിക പ്രയാസപ്പെട്ട് കിടക്കുന്ന ആളുകളോട് നേരിട്ട് ഹിയറിങ്ങിന് ഹാജരാകണമെന്ന് പറയുന്നതാരാ? BLOമാരാ. ആ BLOമാർ പറയുമ്പോൾ ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ BLOമാർ അവര് നേരിട്ട് അങ്ങോട്ട് പോയി പരിശോധിച്ച് അവരുടെ അടുത്തുനിന്ന് വേണ്ടപ്പെട്ട രേഖകൾ സ്വീകരിച്ച് അവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. ഇപ്പോൾ ഷാജർക്ക പറഞ്ഞ ഈ ലക്ഷ്മിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവർ 2002 മുൻപ് വോട്ട് ചെയ്തിട്ടുണ്ടാവും, 2002 ശേഷവും വോട്ട് ചെയ്തിട്ടുണ്ടാവും. 2002 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാത്തതുകൊണ്ട് മാത്രം അവര് SIRന്റെ പട്ടികയിൽ പെടുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ SIRന്റെ പട്ടികയിൽ പറയുന്ന മാനദണ്ഡം എന്താ? 2002 വോട്ടേഴ്സ് ലിസ്റ്റിൽ അവർ പേരുണ്ടാവണം, അവരെ അച്ഛൻ്റെ പേരുണ്ടാവണം, അവരെ ബന്ധുക്കളുടെ പേര് ഉണ്ടാവണം. ഇവർക്ക് 2000 വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ല. പക്ഷെ ഇവർക്ക് SIRന്റെ ഫോം കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ലക്ഷ്മി അമ്മ മാത്രമല്ല, ഒത്തിരി പേരുണ്ട്. ഇതെടുത്ത് നോക്കി പരിശോധിച്ച് നോക്കിയാൽ ഇവരെല്ലാം ഹിയറിംഗിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്ത് രേഖയാണ് ഇവർക്ക് ഹാജരാക്കാൻ പറ്റുക? ഇപ്പം ഇന്നത്തെ പത്രം എടുത്ത് നോക്കിയാൽ കാണുന്നുണ്ട്, SIRുമായി ബന്ധപ്പെട്ട രേഖകൾ ഉടനടി ഒരു ചില്ലിക്കാശ് പോലും വാങ്ങാതെ അവർക്ക് നൽകണമെന്ന്. ഹിയറിംഗിന്റെ ഡേറ്റ് എന്നാ? ഹിയറിംഗ് ആരംഭിക്കുന്നത് 12-ാം തീയതിയാണ്. ഇന്ന് എത്രാം തീയതിയാ? ഇന്ന് 5-ാം തീയതിയാ, 6-ാം തീയതിയാ. എത്ര ദിവസമുണ്ട് ഹിയറിംഗിന് ഹാജർ? ഈ 6 ദിവസം കൊണ്ട് ഇവർ പറയുന്ന രേഖ എന്താണ് ഈ ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് കിട്ടുമോ? അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവർ ഈ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങണം എന്ന് പറയുന്നുണ്ട്. കലക്ട്രേറ്റിൽ ഒരു കൗണ്ടർ തുടങ്ങണം. അവിടെ വെച്ചിട്ട് എല്ലാ രേഖകളും അവർ അപ്പം തന്നെ അപേക്ഷകർക്ക് കൊടുത്ത് അവിടെ വെച്ച് തന്നെ ഹിയറിംഗ് നടത്തിയാൽ എന്തൊരു സുഖം! എത്ര പേർക്ക് അത് ഒരു വളരെ വലിയ ഗുണമായി മാറും അത്. പക്ഷെ ഇന്ന് പത്രത്തിൽ വലിയ വാർത്ത കൊടുത്തിരിക്കുക, എന്താ? ഗവൺമെന്റ് SIRുമായി ബന്ധപ്പെട്ട രേഖകൾ ഒരു ചില്ലി കാശ് കൊടുക്കാതെ പെട്ടെന്ന് കൊടുക്കണമെന്ന്. എപ്പം കൊടുക്കാനാ? നമ്മുടെ സർക്കാരിന്റെ സംവിധാനങ്ങളല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കലക്ട്രേറ്റിൽ ഒരു കൗണ്ടർ തുടങ്ങി
ആ കൗണ്ടറിൽ വരുന്ന ആളുകൾക്ക് ഇമീഡിയറ്റ് ആയിട്ട് കൊടുക്കാനുള്ള സംവിധാനം അവിടുന്ന് തന്നെ ഹിയറിംഗ് നടത്തണം. അവിടുന്ന് തന്നെ ഈ രേഖകളും കൊടുത്താൽ അത് വളരെ വലിയ ഉപകാരമായിട്ട് മാറും. തീർച്ചയായിട്ടും. അതോടുകൂടി നമ്മൾ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചൂണ്ടിക്കാണിച്ച ഒരു പ്രശ്നമായിരുന്നു ഈ വിദേശങ്ങളിലും മറ്റുള്ള പ്രവാസികൾ അടക്കമുള്ള ആളുകൾ നേരിട്ട് ഹാജരാവണം എന്നുള്ളത്. ഇപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടായിരിക്കുകയാണല്ലോ താൽക്കാലികമായിട്ട്. ആ വിഷയം ഞങ്ങൾ ഉന്നയിച്ചല്ലോ. ആ വിഷയം ഉന്നയിച്ചപ്പോ എല്ലാ പാർട്ടിക്കാരും ഏറ്റെടുത്തു. നമ്മുടെ KPCCയുടെ പ്രസിഡന്റ് പരാതി കൊടുത്തു, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പരാതി കൊടുത്തു, CPMന്റെ നേതാക്കന്മാരും പരാതി കൊടുത്തു, പാർട്ടിയും പരാതി കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു പത്രസമ്മേളനം ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പത്രസമ്മേളനം നടത്തി. പത്രസമ്മേളനത്തിൽ പറഞ്ഞു എന്നാണ് ഓൺലൈനായിട്ട് വിദേശത്തുള്ള പ്രവാസികൾക്കും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറമെ പോയവർക്കും ഓൺലൈനായിട്ട് ഹിയറിംഗ് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉത്തരവുകളൊന്നും ഇറങ്ങിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്, വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. ഒരു വലിയൊരു ആശ്വാസം. ഇതും നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് ബൈറ്റ് തരുന്നത് എന്തിനാ? ഇത് ഗവൺമെന്റ് ഉടനടി ഇടപെട്ട് അതിന് പരിഹാരം ഉണ്ടാകണം. അല്ലെങ്കിൽ എലക്ഷൻ വരാൻ പോകുന്നത് ഈ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടാണ് ഇവരെന്തോ കൊടുക്കുന്നത്, SIRന്റെ ഫോം കൊടുത്തത്. അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിൽ നിന്ന് അവർ പുറത്തേക്ക് പോകും. അവർ പുറത്തേക്ക് പോയാൽ ഇപ്പൊ ഇത് ലക്ഷ്മി അമ്മയാ. അങ്ങനെ ലക്ഷ്മി അമ്മയെ പോലെ ഒത്തിരി പേരുണ്ട്. ആ ലക്ഷ്മി അമ്മയുടെ വീട്ടിൽ തന്നെ 7 പേർക്ക് വോട്ടില്ല. അപ്പൊ അങ്ങനെ ഒത്തിരി പേർക്ക് വോട്ടില്ലാതെ പോകുമ്പോൾ ഒരു 2002 ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ അവരെ കുറ്റമാണോ? വോട്ട് ചെയ്തിട്ടില്ല, ശരിയാ, എന്നാലും അവരെ ഈ ഇവിടുന്ന് പുറത്താക്കണമെന്നാണോ പറയുന്നത്? ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള, കേരളത്തിൽ ജനിച്ചിട്ടുള്ള, ഇന്ത്യയിൽ ജനിച്ചിട്ട് ജീവിച്ചിട്ടുള്ള എല്ലാവർക്കും ഇവിടെ പൗരത്വം ഉണ്ടാക്കണം. അതാണ് നമ്മുടെ ആവശ്യം.